കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 9. രചന ശാലിനി ഇ.എ. അവൾ തൻ്റെ ഹൃദയമോൾ. അവളുടെ ജീവനല്ലായിരുന്നു ആ തീനാമ്പുകളിൽ പൊലിഞ്ഞുപോയത്. അപ്പോൾ തങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കത്തിക്കരിഞ്ഞ പിഞ്ചു ശരീരം ആരുടേതായിരുന്നു? മാധവിൻ്റെ മനസ്സ് 20 വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. പൊള്ളുന്ന ആ ഓർമ്മകളിലേക്ക്. തുടർന്ന് വായിക്കുക. അമ്മയുടെ വയറ്റിൽ 2 കുഞ്ഞുങ്ങളാണെന്നറിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് താനും ആകാശും. തന്നേക്കാൾ 2 വയസ്സിന് ഇളയവനായിരുന്നു ആകാശ്. അതുകൊണ്ട് അവൻ്റെ ജനനം ഒന്നും തൻ്റെ മനസ്സിലില്ല. ഓർമ്മ വയ്ക്കുമ്പോൾ പരസ്പരം അടിയാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം അവന് കിട്ടണം. എന്തും വിട്ടുകൊടുക്കാൻ മനസ്സുള്ളതിനാൽ അവൻ ചോദിക്കുന്നത് എന്തും അവനായി താൻ കൊടുക്കുമായിരുന്നു. എന്നാൽ മനസ്സിനിണങ്ങിയ ചിലത് മാത്രം അവൻ എത്ര ചോദിച്ചാലും താൻ കൊടുക്കില്ല. പിന്നെ അതിൽ കയ്യിൽ കിട്ടുന്നത് വരെ വഴക്കാണ്. അച്ഛനും അമ്മയും ഇടപെട്ട് കഴിഞ്ഞാൽ തനിക്കത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാകും. അവൻ നിൻ്റെ അനിയനല്ലേ, അതങ്ങ് കൊടുത്തേക്ക് എന്ന അച്ഛൻ്റെ അവസാന വാക്കിൽ മനമില്ല മനസ്സോടെ അവനത് കൊടുത്തും കൊണ്ട് അകത്തെ മുറിയിലെങ്ങാനും പോയിരുന്ന ശബ്ദമില്ലാതെ കരയും. എനിക്ക് 7ഉം അവന് 5ഉം വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ വയറ്റിൽ 2 ഉണ്ണികൾ പിറക്കാൻ പോകുന്ന വിവരം ഞങ്ങൾ അറിയുന്നത്. അത്യധികം സന്തോഷത്തോടെയാണ് ആ വിവരം ഞങ്ങൾ ശ്രവിച്ചത്. പിന്നീടവർ പുറത്തെത്തുവാനായി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയായി. ഒരു കുഞ്ഞിനെ ഞാൻ നോക്കാം, ഒരു കുഞ്ഞിനെ ഏട്ടനും നോക്കിക്കോ. അവൻ്റെ വാക്കുകൾ സന്തോഷത്തോടെ ഞാനും സമ്മതിച്ചു. അങ്ങനെ പുറത്തേക്കെത്തുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ തന്നെ പങ്കുവെച്ചു. പെൺകുഞ്ഞായാൽ മതിയെന്നാണ് 2 പേരുടെയും പ്രാർത്ഥന. 2 സുന്ദരിമണികൾ. ഞങ്ങളുടെ മനസ്സിൽ നിറമുള്ള സ്വപ്നങ്ങൾ കൂടുകെട്ടി. വാലിട്ട് കണ്ണെഴുതി മഴവില്ല് പോലെ പുരികം വരച്ച, കവിളത്തൊരു കുത്തുമിട്ട് ഒരുപോലത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അവരെ ഒരുക്കിക്കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ സ്വപ്നങ്ങൾ സ്ഥിരം കാഴ്ചയായി. അങ്ങനെ ആ ദിവസമെത്തി. രാവിലെ ഉണർന്നപ്പോഴാണ് അറിയുന്നത് രാത്രിയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റൽ കൊണ്ടുപോയെന്ന്. പിന്നെ ഊണും ഉറക്കവുമില്ലാത്ത പ്രാർത്ഥനയായിരുന്നു. 2 കുഞ്ഞുങ്ങളെ കാണാനുള്ള കാത്തിരിപ്പായിരുന്നു. 10 മണിയായപ്പോൾ അച്ഛൻ്റെ ഫോൺ വന്നു. വീട്ടിൽ മുത്തശ്ശിയാണുള്ളത്, അമ്മയുടെ അമ്മ. മുത്തശ്ശിയാണ് ഫോൺ എടുത്തത്. മുത്തശ്ശിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് ഞാനും ആകാശം നോക്കി നിന്നു. അമ്മ പ്രസവിച്ചത്രേ മക്കളെ, 2 പെൺകുഞ്ഞുങ്ങളാണെന്ന്. മുത്തശ്ശി പറഞ്ഞത് കേട്ട് സന്തോഷം കൊണ്ട് ഉയർന്നു ചാടി ഞങ്ങൾ 2 പേരും. പിന്നെ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞുങ്ങളെ കാണാൻ അച്ഛൻ വരുന്നതും കാത്തിരിപ്പായി. പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയത്. അപ്പോഴേക്കും അമ്മയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. എത്ര നേരം നോക്കി നിന്നു എന്നറിയില്ല. 4 കുഞ്ഞിക്കണ്ണുകൾ ഞങ്ങളെ നോക്കുന്നത് കണ്ട് സന്തോഷം കൊണ്ട് മനസ്സുകൾ നിറഞ്ഞു. അമ്മ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ 2 പേരും എവിടെയും നീങ്ങിപ്പോയിട്ടില്ല. സദാനേരം കുഞ്ഞുങ്ങളെ കളിപ്പിച്ചും കൊണ്ട് അമ്മയുടെ അരികിൽ തന്നെ കഴിച്ചുകൂട്ടി. എനിക്ക് ഏറെ ഇഷ്ടം സ്വല്പം വിടർന്ന കണ്ണുകൾ ഉള്ളവളെയായിരുന്നു. താൻ അരികിൽ ചെന്നാൽ തന്നെ നോക്കി കിടക്കുന്നത് അവളാണ്. അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിലൊരു പേര് കണ്ടെത്തി, ഹൃദയ. അത് പറഞ്ഞപ്പോൾ ആകാശ് അടുത്തയാൾക്കും പേര് കണ്ടെത്തി, ഹൃദ്യ. ഹൃദ്യയും ഹൃദയും ഞങ്ങളുടെ വീട്ടിലെ ഓമനകളായി തന്നെ വളർന്നു. ഞാനും ആകാശം തമ്മിലുള്ള വഴക്കുപോലും ഇവർ വന്നതോടെ ഇല്ലാതായി. വഴക്കുകൂടാൻ മറന്നുപോയി എന്നതായിരുന്നിരിക്കും ശരി. അമ്മയ്ക്ക് പോലും ചില നേരങ്ങളിൽ അവരെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ തനിക്കും ആകാശിനും നിഷ്പ്രയാസം അതിന് കഴിയുമായിരുന്നു. ദിവസങ്ങൾ പിന്നെയും ഓടിമറഞ്ഞു. കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടും പേരിടലും കഴിഞ്ഞു. 6 മാസം തികഞ്ഞപ്പോൾ അവരുടെ ചോറൂണിന് ദിവസം തീരുമാനിച്ചു. അപ്പോഴേക്കും ഹൃദയമോൾ തന്നോട് നല്ല പോലെ അടുത്തു കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഹൃദയമോൾ ആകാശിനോടും. ഗുരുവായൂർ വെച്ചായിരുന്നു ചോറ് കൊടുക്കാൻ തീരുമാനിച്ചത്. മുത്തശ്ശിക്കും ഞങ്ങളോടൊപ്പം വരണമെന്നുണ്ടായിരുന്നു. ആ സമയത്താണ് മാമന് തീരെ സുഖമില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി തിരികെ പോയത്. അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന കാറിൽ അമ്മയും ഞാനും ആകാശവും പിന്നെ ഹൃദയമോളും. അമ്മയുടെ മടിയിലായിരുന്നു ഹൃദയമോൾ, എൻ്റെ മടിയിൽ ഹൃദയമോളും. ബാക്ക് സീറ്റിലായിരുന്നു താനും അമ്മയും ഇരുന്നിരുന്നത്. ആകാശ് അച്ഛനോടൊപ്പം ഫ്രണ്ട് സീറ്റിലും. മോനെ, കുഞ്ഞിനെ മുറുക്കി പിടിക്കണേ. അച്ഛൻ പിന്നിലേക്ക് തിരിഞ്ഞ് ഇടയ്ക്കിടെ എന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആദ്യമായി കുഞ്ഞിനെ എടുക്കാൻ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. വീട്ടിൽ മുത്തശ്ശി ഉണ്ടായിരുന്നതിനാൽ ഇതുവരെ ഞങ്ങളുടെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ വെച്ച് തന്നിട്ടില്ല. അന്നും മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ അവളെ തൻ്റെ കയ്യിലേക്ക് കിട്ടില്ലായിരുന്നു. താൻ ഓരോ ഗോഷ്ഠികൾ കാണിക്കുന്നതിനനുസരിച്ച് അവൾ കുടുകുടാ ചിരിക്കുന്നുണ്ട്. ആ ചിരി കാണുമ്പോൾ കളിപ്പിക്കാനുള്ള എൻ്റെ ത്വരയും കൂടും. മധു, കുഞ്ഞിനെ ചിരിപ്പിക്കല്ലേ, അധികം ചിരിച്ചാൽ കുഞ്ഞു കരയും. അമ്മ ഇടയ്ക്കിടെ തന്നെ നോക്കി ശാസിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം താൻ വേറെ എവിടെയെങ്കിലും നോട്ടം മാറ്റിയിരിക്കും. താൻ അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ
തൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അവൾ ഓരോ ശബ്ദം പുറപ്പെടുവിക്കും. താൻ അവളുടെ നേരെ നോക്കുന്ന നിമിഷം തന്നെ അവൾ കുടഞ്ഞു ചിരിക്കും. തൻ്റെ ഒരു നോട്ടം പോലും അവളെ ചിരിപ്പിക്കുന്നു എന്ന് സത്യം മനസ്സിലാക്കുകയായിരുന്നു താനപ്പോൾ. ഏട്ടൻ്റെ കുഞ്ഞ് ചിരിക്കണ്ടട്ടോ, വയ്യാതാവും എന്ന് പറഞ്ഞുകൊണ്ട് താൻ അവളെ മാറോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഉറക്കെയുള്ള കരച്ചിലും കാറിലെന്തോ ശക്തിയായി വന്നിടിക്കുന്ന വല്ലാത്തൊരു ശബ്ദവും കേട്ടത്. ഇടിയുടെ ആഘാതത്തിൽ തൻ്റെ ഭാഗത്തെ ഡോർ പെട്ടെന്ന് തുറക്കുകയും തൻ്റെ കയ്യിലുള്ള കുഞ്ഞും താനുമടക്കം പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. എല്ലാം ഒരു നിമിഷത്തിൻ്റെ വേഗതയിൽ 2 കാറുകളും നേരെയാണ് മിനി ലോറി വന്നിടിച്ചിരിക്കുന്നത്. പിന്നിലുള്ള കാർ ഞങ്ങളുടെ കാറിനെ ഓവർടേക്ക് ചെയ്തപ്പോൾ പെട്ടെന്നുണ്ടായ അപകടം. ആ കാർ കത്തിക്കരിഞ്ഞു. ആ തീയിലേക്കാണ് ഹൃദയമോൾ വീഴുന്നത്. അതുവരെ തന്നെ നോക്കി ചിരിച്ചിരുന്ന കുഞ്ഞിനെ ഞങ്ങൾക്ക് വീണ്ടും കിട്ടുമ്പോൾ കത്തിക്കരിഞ്ഞ മൃതശരീരമായി കഴിഞ്ഞിരുന്നു അവൾ. അമ്മയ്ക്ക് ഹൃദയമോൾക്കും അധികം പരിക്കൊന്നും പറ്റിയില്ല. അച്ഛനും ആകാശനും കാര്യമായി തന്നെ കിട്ടി. കൈകാലുകൾ ഒടിവും ചതവും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കേണ്ടി വന്നു. കത്തിക്കരിഞ്ഞ കാറിലും സഞ്ചരിച്ചിട്ട് ഒരു കുടുംബമായിരുന്നു. അവരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഗുരുവായൂർക്ക് ചോറ് കൊടുക്കാൻ ആഹ്ലാദത്തോടെ പോയ 6 പേർ ഗുരുവായൂർ എത്തുന്നതിന് മുൻപേ അതിലൊന്നിലെ കുരുതി കൊടുത്തും കൊണ്ട് 5 പേരടക്കം മടക്കം. താൻ അബോധാവസ്ഥയിൽ കഴിഞ്ഞ നാളുകൾ, മയക്കത്തിൽ നിന്നുണരുമ്പോഴെല്ലാം പൊട്ടിച്ചിരിക്കുന്ന മോളുടെ മുഖം എത്രയെത്ര രാത്രികൾ ഉറക്കത്തെയാണ് കിടത്തിക്കളഞ്ഞത്. അവളുടെ ഓർമ്മകളിൽ നിന്നും തനിക്കും വീട്ടുകാർക്കും ഒരു കാലത്തും മോചനം കിട്ടുമായിരുന്നില്ല. കാരണം ഹൃദയയുടെ ഓരോ വളർച്ചയിലും ഹൃദയയെ ഞങ്ങൾ ഓർത്തു പോകില്ലേ? അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ആകില്ലേ എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചും കൊണ്ടിരിക്കില്ലേ? ആ നഷ്ടത്തെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ഇപ്പോഴും അറിയില്ല. അന്നത്തെ അത്രയും വേദന പിന്നീട് ഞാൻ അനുഭവിച്ചു. 2 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നടന്ന വാഹനാപകടത്തിൽ ആകാശ് മരണപ്പെട്ടപ്പോൾ ചെറുതിലെ വഴക്കൊന്നും വലുപ്പത്തിൽ അവന് തന്നോടില്ലായിരുന്നു. അല്ലെങ്കിലും ഹൃദയ പോയപ്പോൾ തങ്ങളുടെ വഴക്കും അവസാനിച്ചു. എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മാധവിന് നെഞ്ചിടം പൊളിയുന്ന പോലെ തോന്നി. 4 മക്കളെ പ്രസവിച്ച അമ്മയാണ് തൻ്റേത്. ഇപ്പോൾ ഞങ്ങൾ 2 പേർ. പക്ഷേ ജ്വാല, അവൾ തൻ്റെ ഹൃദയയായ ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ശരീരം തന്നെയല്ലേ ഞങ്ങൾക്ക് കിട്ടിയത്? അത് ഞങ്ങളുടെ കുഞ്ഞായിരുന്നില്ല എങ്കിൽ? മാധവിൻ്റെ ചിന്തകൾ തലച്ചോറിൽ കിടന്ന് ഉരുണ്ടുമറിഞ്ഞു. അപ്പുറത്തെ കാറിലുണ്ടായിരുന്നത് ഒരു കുടുംബമായിരുന്നു എന്നാണ് അറിഞ്ഞത്. അവരുടെ കയ്യിലും ചിലപ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുണ്ടായിരുന്നിരിക്കാം. ആ കുഞ്ഞായിരിക്കുമോ മരിച്ചത്? ഞങ്ങളുടെ കുഞ്ഞിനെ അവർക്ക് കിട്ടിയോ? ഒന്നും മനസ്സിലാകുന്നില്ല ഭഗവാനെ. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളെ ഒന്നും അറിയാതെ മറ്റാരുടെയൊക്കെയോ കൂടെ ജീവിക്കുകയാണോ? അവൻ ബെഡിൽ എഴുന്നേറ്റിരുന്നും കൊണ്ട് 2 കൈകളും കൊണ്ട് മുടി പിടിച്ചു വലിച്ചു. തൻ്റെ ചിന്തകൾ ആരോടാണ് പങ്കുവയ്ക്കുക? ആരാണ് തന്നെ ഒന്ന് സഹായിക്കുക? ഇനി ആ വീട്ടുകാർക്കും കുഞ്ഞു മാറിപ്പോയി എന്ന് അറിയാതിരിക്കുമോ? അവരുടെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയാണോ അവരവളെ വളർത്തിയത്? അങ്ങനെയെങ്കിൽ താൻ ഇങ്ങനെയൊരു അവകാശവാദവുമായി ചെന്നാൽ അവർ അംഗീകരിക്കുമോ? ശരിക്കും അവർ തകർന്നു പോകില്ലേ എന്ന് കരുതി അന്വേഷിക്കാതിരിക്കുന്നതെങ്ങനെ? അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. എൻ്റേതാണെന്ന് മനസ്സിലായാൽ തിരിച്ചു തരാൻ അവർക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ താൻ സ്വീകരിക്കും. അവളെ നഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. എന്നാലും അറിയണം സ്വന്തമാണോ അല്ലയോ എന്ന്. അവന് തല പൊട്ടിപ്പിളരുന്ന പോലെ വേദന തോന്നി. നെറ്റിയിൽ 2 കൈകളും വെച്ച് അമർത്തിയും കൊണ്ടവൻ ബെഡിലേക്ക് കമഴ്ന്ന് കിടന്നു. സൂരജ്, ഇങ്ങനെ കിടന്നാൽ മതിയോ? നമുക്കെന്തെങ്കിലും കഴിക്കണ്ടേ? ഫ്ലാറ്റിലെ ശീതീകരിച്ച മുറിയിൽ സൂരജിൻ്റെ മാറിൽ തലവെച്ച് കിടക്കുകയാണ് അനുപമ. കഴിക്കാം. തൻ്റെ നെഞ്ചിൽ കിടക്കുന്നവളെ മുറുകെ പിണർന്നും കൊണ്ടവൻ പറഞ്ഞു. എപ്പോൾ? കിച്ചണിൽ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വരുമ്പോൾ തന്നെ 7 മണിയായി. നീ 7:30-ക്കും വന്ന ഉടനെ എന്നെയും കൊണ്ടിവിടെ കയറിയതല്ലേ? ഒന്ന് അനങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടോ നീ? ഇപ്പോൾ തന്നെ സമയം 9 കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും എഴുന്നേറ്റിട്ട് എപ്പോൾ ഉണ്ടാക്കാനാ? എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ സൂരജ്. ഭക്ഷണം ഉണ്ടാക്കാൻ എന്ന പേരും പറഞ്ഞ് നിന്നെ ഇന്ന് ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ പട്ടിണിയാണ്. അതെല്ലാം തീർത്തിട്ടേ നിന്നെ ഞാൻ ഇവിടെ നിന്നും വിടൂ, അവൻ കാമാതുരനായി പറഞ്ഞു. അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് നിനക്കറിയാലോ. പക്ഷേ വിശപ്പിനെന്ത് ചെയ്യും? സൂരജ് കയ്യെത്തി സൈഡ് ടേബിളിൽ ഇരുന്ന അവൻ്റെ ഫോൺ എടുത്തു. കോൾ ലിസ്റ്റിൽ നിന്നും ഒരു നമ്പർ എടുത്ത് വിളിച്ച് അവൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. നിനക്ക് വിശപ്പിനുള്ളത് ഇപ്പോൾ എത്തും, മതിയോ? ഇപ്പോൾ എൻ്റെ വിശപ്പ് മാറ്റാൻ നോക്ക്. അവൻ അവളെ വരിഞ്ഞു മുറുക്കിയും കൊണ്ട് ബെഡിൽ ഒന്ന് ഉരുണ്ടു മറിഞ്ഞു. നിന്റെ പെണ്ണും അളിയനും ഇന്നല്ലേ ഇവിടെ ലാൻഡ് ചെയ്തത്?
എങ്ങാനും നമ്മുടെ ലിവിങ് ടുഗദർ അവരറിയോ? അല്ല, അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല. നിന്നെ മുഴുവനായും എനിക്ക് തന്നെ കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ ഹാപ്പി ആയിരിക്കും. അവളുടെ സൗന്ദര്യം എന്നെ മത്തു പിടിപ്പിക്കാറുണ്ടെങ്കിലും എൻ്റെ സന്തോഷം നീയാണ് പെണ്ണെ. നിന്നെ വിട്ടൊരു കളിക്കും ഈ സൂരജ് തയ്യാറാവില്ല. നീ എൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് ആരും അറിയാനും പോകുന്നില്ല. എല്ലാവരുടെയും കണ്ണിൽ നിൻ്റെ ഫ്ലാറ്റ് ഇതിൻ്റെ തൊട്ടടുത്താണ്. നീ ഇങ്ങോട്ട് വരുന്നതോ പോകുന്നതോ ആരുടെയും കണ്ണിൽ പെടില്ല. അടുത്ത വർഷം അവളുടെ PG കഴിയും. എന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടക്കൂ. അതുവരെ നമുക്ക് ആഘോഷിക്കാൻ സമയമുണ്ട്. അങ്ങനെ പറഞ്ഞും കൊണ്ട് അവൻ അവളുടെ കവിളിൽ ഒരു കടി കൊടുത്തു. ഈ ചെക്കൻ വേദനിപ്പിക്കുകയല്ലാതെ ചെയ്യില്ല. നല്ലൊരു കടി ഞാനും തിരിച്ചു തരുന്നുണ്ട്, അവൾ നേരിയൊരു കുറുമ്പോടെ പറഞ്ഞു. ആ സമയത്താണ് സൂരജിൻ്റെ ഫോൺ ശബ്ദിക്കുന്നത്. ഡെലിവറി ബോയ് ആവും. അവൻ ടേബിളിൽ നിന്നും ഫോണെടുത്തു. ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് കണ്ടതും ശബ്ദമുണ്ടാക്കരുത് എന്ന് അവൻ ചൂണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു. അച്ഛാ, പറയൂ. അപ്പുറത്തെ അവൻ്റെ അച്ഛൻ കരുണാകരൻ ആയിരുന്നു. 3-4 ദിവസമായി എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിന്നെ വിളിക്കാതിരുന്നത്. ഇന്നാണ് ഫോൺ നന്നാക്കി കയ്യിൽ കിട്ടിയത്. അപ്പുറത്തു നിന്നും മുഴക്കമുള്ള ശബ്ദം. എന്തിനാ നന്നാക്കാൻ കൊടുത്തത്? ഫോൺ നമുക്ക് വേറെ ഒരെണ്ണം വാങ്ങിക്കാമായിരുന്നല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിധിക്ക് പുറത്താണെന്ന് കേട്ടപ്പോൾ പിന്നെ കോൾ ചെയ്തില്ല. ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ വിളിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും? ഒരു പ്രത്യേക കാര്യം പറയാനായിരുന്നു അച്ഛാ. എന്ത് കാര്യം? അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ശരിക്കും ഹൃദ്യയെ പോലെ എന്നല്ല, മുടിയുടെ വ്യത്യാസം ഒഴിച്ചാൽ ഹൃദ്യ തന്നെ. ശരിക്കും രണ്ടുപേരെയും നമ്മൾ ഒരുമിച്ച് കണ്ടാൽ മാറിപ്പോകും അച്ഛാ. അത്രയ്ക്കും സാമ്യം. കണ്ടാൽ ശരിക്കും ഇരട്ടക്കുട്ടികളെ പോലെ. കണ്ണും മൂക്കും പുരികവും ചുണ്ടും ഉയരവും വണ്ണവും നിറവും. എന്തിനേറെ നുണക്കുഴി പോലും അത് തന്നെ. മുടിയുടെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതും 1 വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഓക്കെയാണ്. അവൻ പറഞ്ഞു നിർത്തിയതും അച്ഛൻ്റെ മറുപടിക്ക് കാത്തു. എന്നാൽ അപ്പുറം നിശബ്ദമായിരുന്നു. ആകാംക്ഷയോ ആശ്ചര്യമോ നിറഞ്ഞ ഒരു ചോദ്യം അപ്പുറത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതിയ സൂരജിന് നിരാശയായിരുന്നു ഫലം. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.